ബിസിനസ്സിൽ HR മാനേജ്മെൻറ്റ് സ്മൂത്തായി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ സൈക്കോളജി അനിവാര്യമാണോ? തീർച്ചയായിട്ടും അനിവാര്യമാണ്. HR മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻഗേജിങ് ആൻഡ് റീറ്റെയിനിങ് ടാലൻ്റ് ആണ്. ഓട്ടോണമി ആൻഡ് ട്രസ്റ്റ്, റെക്കഗ്നീഷൻ, അതേപോലെ തന്നെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. ഈ 3 ഏരിയാസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല എംപ്ലോയീസിനെ നമുക്ക് നിലനിർത്താനും കമ്പനിയുടെ ഗ്രോത്തും സാധ്യമാവുകയുള്ളൂ. റെക്കഗ്നീഷനും അപ്രൈസലും ടൈംലി അനിവാര്യമാണ്. അതേപോലെ നല്ല എംപ്ലോയീസിന്, കഴിവുള്ളവർക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വേണം. എംപ്ലോയീസിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യാനുള്ള അവർക്ക് ഓട്ടോണമി, എന്നാൽ അതോടൊപ്പം കൺട്രോളും അനിവാര്യമാണ്. പോളിസീസ് പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെ അവർക്ക് ചില ഫ്രീഡം കൊടുക്കുന്ന സംവിധാനങ്ങൾ വേണം. അപ്പോൾ ഇവിടെയൊക്കെ സൈക്കോളജിക്കൽ സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. HR സൈക്കോളജിക്കൽ ഇൻസൈറ്റോടുകൂടി ഒരു കമ്പനി മുന്നോട്ട് വരുമ്പോൾ മാത്രമേ ആ കമ്പനിക്ക് സ്കെയിലപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ.